കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരു ചരിത്ര സന്ധിയാണ്. ഒരു മാസത്തിൽ താഴെ മാത്രം സമയം വോട്ടെടുപ്പിന് ബാക്കി നിൽക്കെ അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ് കേരളം. മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന മുദ്രാവാക്യവുമായി ഇടതുമുന്നണി കളം നിറഞ്ഞു കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് അവരുടെ പ്രധാന ആയുധം. ദേശീയപാത വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ, ലൈഫ് മിഷൻ വഴി ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് നൽകിയത്, കെ-ഫോൺ പദ്ധതി എന്നിവ വോട്ടായി മാറുമെന്ന് ഇടതുപക്ഷം ഉറച്ചു വിശ്വസിക്കുന്നു. ഓരോ മണ്ഡലത്തിലും സർക്കാർ ചെയ്ത കാര്യങ്ങൾ വിശദീകരിക്കുന്ന വികസന രേഖകൾ വോട്ടർമാരുടെ കൈകളിൽ നേരിട്ട് എത്തിക്കാനാണ് മുന്നണിയുടെ തീരുമാനം. ഭരണവിരുദ്ധ വികാരമില്ലെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും പാർട്ടിക്കുള്ളിലെ വിമത സ്വരങ്ങൾ CPM-നെ അലട്ടുന്നുണ്ട്. സുധാകരൻ, ഐഷ പോറ്റി തുടങ്ങിയ നേതാക്കളുടെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിൽ കർശനമായ നിലപാടാണ് സ്വീകരിച്ചത്. വ്യവസ്ഥകൾ പരിഗണിക്കാതെ തന്നെ വിജയസാധ്യതയുള്ള സിറ്റിംഗ് MLA-മാരെ വീണ്ടും രംഗത്തിറക്കിയത് മണ്ഡലത്തിലെ വ്യക്തിപരമായ സ്വാധീനം വോട്ടാക്കി മാറ്റാനാണ്. മതനിരപേക്ഷത സംരക്ഷിക്കാൻ LDF-ന് മാത്രമേ കഴിയൂ എന്ന സന്ദേശം നൽകി ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പിക്കാനാണ് അവരുടെ ശ്രമം. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയും കേരളത്തിന് അർഹമായ ഫണ്ട് നൽകുന്നില്ലെന്ന വാദവും അവർ സജീവമായി ഉയർത്തുന്നു. കേരളം ജയിക്കും, UDF നയിക്കുമെന്ന മുദ്രാവാക്യവുമായി കോൺഗ്രസ് നയിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി ഭരണമാറ്റം ഉറപ്പാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. 100 സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ ഗോദയിൽ ഇറങ്ങുന്നത്. വോട്ടർമാരെ ആകർഷിക്കാൻ അതിശക്തമായ വാഗ്ദാനങ്ങളാണ് UDF മുന്നോട്ട് വെക്കുന്നത്. ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന വാഗ്ദാനം വലിയൊരു വിഭാഗത്തെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. കൂടാതെ സ്ത്രീകൾക്ക് KSRTC-യിൽ സൗജന്യ യാത്ര, പരേതനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ അഴിമതികളും ഭരണപരാജയങ്ങളും അക്കമിട്ട് നിരത്തുന്ന ഒരു കുറ്റപത്രം ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുമ്പോൾ അവർ വെബ്സൈറ്റും സോഷ്യൽ മീഡിയ പ്രചാരണവും ആരംഭിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ നടന്ന പുതിയുഗ യാത്ര അണികൾക്കിടയിൽ വലിയ ഉണർവുണ്ടാക്കിയിട്ടുമുണ്ട്. ഗ്രൂപ്പ് വൈരാഗ്യങ്ങൾ മാറ്റിവെച്ച് വിജയസാധ്യതയ്ക്ക് മാത്രം മുൻതൂക്കം നൽകി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള ഹൈക്കമാൻഡ് സമ്മർദ്ദം കോൺഗ്രസിന് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. ACC നേരിട്ട് നടത്തിയ സർവേകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നത്. കേരളത്തിൽ രാഷ്ട്രീയ മാറ്റം അനിവാര്യമാണെന്ന വാദവുമായി NDA ഇത്തവണ അതീവ ഗൗരവത്തോടെയാണ് മത്സരരംഗത്തുള്ളത്. മാറാത്തത് മാറും, ഇനി കേരളം വളരുമെന്നതാണ് അവരുടെ മുദ്രാവാക്യം. അമിത്ഷായുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന മിഷൻ 2026 പദ്ധതി പ്രകാരം കേരളത്തിലെ 50 മണ്ഡലങ്ങളെ A ക്ലാസ്സായി തരംതിരിച്ചിട്ടുണ്ട്. ഇവിടെ കേന്ദ്രമന്ത്രിയും ദേശീയ നേതാക്കളും നേരിട്ടെത്തി പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോകൾ BJP പ്രവർത്തകർക്ക് വലിയ ആവേശം നൽകിയിട്ടുണ്ട്. LDF-ഉം UDF-ഉം ഒന്നാണെന്നും ഇവർ അഴിമതിയുടെ കാര്യത്തിൽ പരസ്പരം സഹായിക്കുന്നുവെന്നുമാണ് NDA-യുടെ പ്രധാന ആരോപണം. പിൻവാതിൽ നിയമനങ്ങളും തൊഴിലില്ലായ്മയും ഉയർത്തിക്കാട്ടി യുവാക്കളുടെ വോട്ടുകൾ സമാഹരിക്കാൻ അവർ ശ്രമിക്കുന്നു. തൃശൂർ, തിരുവനന്തപുരം, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ കൂടുതൽ സീറ്റുകൾ പിടിക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് NDA നേതൃത്വം. വികസിത കേരളം മോദിക്കൊപ്പം എന്ന സന്ദേശം ഓരോ വീട്ടിലും എത്തിക്കാനാണ് അവരുടെ തീരുമാനം. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ സോഷ്യൽ മീഡിയയുടെ പങ്കും വളരെ വലുതാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ Instagram, Facebook, X തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചാരണം കൊഴുക്കുകയാണ്. UDF തുടങ്ങിയ ദുർഭരണം അവസാനിപ്പിക്കാൻ 26 ദിവസം എന്ന കൗണ്ട് ഡൗൺ വീഡിയോകൾ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള വീഡിയോകളും സന്ദേശങ്ങളും ഇത്തവണ വോട്ടർമാരിലേക്ക് എത്തുന്നു. ഓരോ മുന്നണിയും IT സെല്ലുകൾ വഴി തങ്ങളുടെ നേട്ടങ്ങൾ ആഘോഷിക്കുമ്പോൾ ശത്രുപക്ഷത്തെ പരാജയങ്ങൾ ട്രോളുകളായി മാറുന്നു. കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ഫലത്തെ അട്ടിമറിക്കാൻ ശേഷിയുള്ളതാണ് മലയോര തീരപ്രദേശ മേഖലകളിലെ വോട്ടുകൾ. വിഴിഞ്ഞം പദ്ധതിയും മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസവും തീരദേശത്ത് പ്രധാന ചർച്ചാ വിഷയമാണ്. ബഫർ സോൺ പ്രശ്നവും വന്യജീവി ആക്രമണങ്ങളും മലയോര ജനതയും സർക്കാരിനെതിരെ ചിന്തിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രതിപക്ഷം കരുതുന്നു. എന്നാൽ അവസാന നിമിഷം സർക്കാർ എടുത്ത ചില മന്ത്രിസഭാ തീരുമാനങ്ങൾ ഈ പ്രതിഷേധം തണുപ്പിക്കുമെന്നും LDF-ഉം കരുതുന്നു. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിന് വെറുമൊരു ഭരണമാറ്റത്തിനുള്ള വഴിയല്ല, മറിച്ച് അടുത്ത പതിറ്റാണ്ടിലേക്കുള്ള ദിശാസൂചിക കൂടിയാണ്. LDF-ന് ഇത് തങ്ങളുടെ നയങ്ങളുടെ അംഗീകാരമാണെങ്കിൽ UDF-ന് ഇത് തിരിച്ചുവരവിനുള്ള അവസാന ഊഴമാണ്. NDA-ക്കാകട്ടെ കേരള രാഷ്ട്രീയത്തിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാനുള്ള വെല്ലുവിളിയാണ്. വോട്ടർമാരുടെ ഉള്ളറിയാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. പടക്കളത്തിൽ പോർവിളികൾ ഉയരുമ്പോൾ വികസനവും രാഷ്ട്രീയവും ജാതിമത സമവാക്യങ്ങളും എങ്ങനെ ഒത്തുചേരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും മെയ് 4-ലെ ഫലപ്രഖ്യാപനം. കേരളം ആരെ തുണയ്ക്കുമെന്നത് കാത്തിരുന്ന് തന്നെ കാണാം.